എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭക്തിയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാ അത്ഭുതത്തെക്കുറിച്ചാണ്. വിശേഷിച്ചും എൻ്റെ സഹോദരിമാരോട്, സ്ത്രീകളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം വലിയൊരു ശക്തിയാണ് ഉറങ്ങിക്കിടക്കുന്നതെന്ന്? വീട്ടുജോലിയും ഓഫീസും കുട്ടികളുടെ കാര്യങ്ങളും ആയിട്ട് ഓടുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ണാടിയിൽ നോക്കാറുണ്ട്. പക്ഷേ കണ്ണാടിയിൽ കാണുന്നത് വെറും ഒരു മുഖം മാത്രമാണോ, അതോ അതിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു തേജസ് ഉണ്ടോ? നമ്മുടെ പുരാതന ശാസ്ത്രങ്ങൾ പറയുന്നത്, ഒരു സ്ത്രീ തന്റെ മനസ്സിനെ ആദി പരാശക്തിയുമായി ബന്ധിപ്പിച്ചാൽ അവളുടെ വ്യക്തിത്വത്തിൽ നിന്നും ഒരു പ്രത്യേക പ്രഭാവലയം പുറപ്പെടുമെന്നാണ്. ആ പ്രഭാവത്തെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലളിതാ സഹസ്രനാമത്തെ കുറിച്ചാണ്. 1000 പേരുകളുള്ള ഒരു സ്തോത്രം. പക്ഷേ ഇത് വെറും പേരുകളല്ല, നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന 1000 രഹസ്യങ്ങളാണ്. പലരും വിചാരിക്കുന്നത് സഹസ്രനാമം എന്നാൽ കുറെ പേരുകൾ വേഗത്തിൽ ചൊല്ലിത്തീർക്കാനുള്ള ഒന്നാണെന്ന്. എന്നാൽ ലളിതാ സഹസ്രനാമം അങ്ങനെയല്ല. ഇതിന്റെ ഓരോ വാക്കും ഒരു ബീജമന്ത്രമാണ്. നമുക്കറിയാം, ഒരു ചെറിയ വിത്തിനുള്ളിൽ ഒരു വലിയ ആൽമരം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെയാണ് ഈ ഓരോ നാമവും. നിങ്ങൾ ശ്രീമാത എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രീ മഹാരാജ്ഞി എന്ന് വിളിക്കുമ്പോൾ, അത് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഒരു തരംഗം പോലെ ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ കുറെ ഊർജ കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ അവയെ ചക്രങ്ങൾ എന്ന് വിളിക്കുന്നു. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ചക്രവും, അതായത് അനാഹത ചക്രവും സഹസ്രാര ചക്രവും പതിയെ ഉണരാൻ തുടങ്ങും. ഇതിന്റെ ഫലം എന്താണെന്നോ? നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ കൂടുതൽ സ്നേഹവും കരുണയും എല്ലാറ്റിനും ഉപരിൽ വലിയൊരു ആത്മവിശ്വാസവും വന്ന് നിറയും. ഇനി നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അത് സമാധാനമില്ലായ്മയാണല്ലേ. എനിക്കെപ്പോഴും ദേഷ്യം വരുന്നു, മനസ്സിനൊരു സമാധാനവും ഇല്ല, ചുറ്റുമുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ശാസ്ത്രങ്ങൾ പറയുന്നത്, ഒരു സ്ത്രീയുടെ ശരീരം ചന്ദ്രന്റെ തത്വങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്നാണ്. നമ്മുടെ വികാരങ്ങളും മാനസിക അവസ്ഥയും ഈ ചന്ദ്രതത്വത്തെ ആശ്രയിച്ചിരിക്കും. ഇത് തെറ്റുമ്പോൾ നമ്മളിൽ ഉത്കണ്ഠയും സങ്കടവും വരും. ഇവിടെയാണ് ലളിതാ സഹസ്രനാമത്തിന്റെ പ്രസക്തി. ഈ സ്തോത്രം നിങ്ങളുടെ ഉള്ളിലെ ഈ ഊർജത്തെ ബാലൻസ് ചെയ്യുന്നു. പതിവായി ഇത് കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മുഖം ഒന്ന് നോക്കൂ. അവിടെ ഒരു പ്രത്യേക ശാന്തതയുണ്ടാകും. അവൾ പ്രശ്നങ്ങളെ നേരിടുന്നത് വളരെ പക്വതയോടെ ആയിരിക്കും. മുൻപ് ചെറിയ കാര്യത്തിന് കരഞ്ഞിരുന്ന വ്യക്തി പിന്നീട് ഒരു പാറ പോലെ ഉറച്ച മനസ്സുള്ളവളായി മാറുന്നു. ഇവിടെ ഒരു കാര്യം എടുത്തു പറയണം. പലരും കരുതുന്നത് ഇത് പ്രായമായവർക്ക് വേണ്ടിയുള്ളതാണെന്നാ, അല്ലെങ്കിൽ ഇത് ജപിക്കാൻ ഒരുപാട് നിയമങ്ങൾ ഉണ്ടെന്നാണ്. എന്നാൽ സത്യം അതല്ല. ദേവി എന്നത് പ്രപഞ്ചത്തിന്റെ അമ്മയാണ്. ഒരമ്മയ്ക്ക് തൻ്റെ മക്കളോട് എന്ത് നിബന്ധനയാണുള്ളത്? നിങ്ങൾ ജോലിക്കിടയിലോ യാത്രക്കിടയിലോ ഇത് കേട്ടാൽ പോലും അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും. ഇത് വെറും ഒരു മതാചാരമല്ല, ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. നിങ്ങളുടെ തകർന്ന മനസ്സിനെ ഒട്ടിച്ചെടുക്കുന്ന, നിങ്ങളെ പുതിയ ഒരാളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഈ സ്തോത്രത്തെ ദേവിയുടെ ഹൃദയം എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ദേവിയെ കരുണാരസസാഗര, അതായത് കരുണയുടെ കടലെന്നും മഹാബല, വലിയ ശക്തിയുള്ളവളെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ഈ പേര് ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ ഉള്ളിലും ഈ കരുണയുണ്ട്, എനിക്കും ശക്തിയുണ്ട്. സ്ത്രീകൾ വെറും വീട് നോക്കുന്നവർ മാത്രമല്ല, അവർക്ക് സംസ്കാരത്തെ, ആത്മീയത്തെയും ലോകത്തെയും തന്നെ മാറ്റിമറിക്കാനുള്ള കരുത്തുണ്ട്. ലളിതാ സഹസ്രനാമം ആ കരുത്തിനെ പുറത്തെടുക്കുന്നു. ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾക്ക് മുന്നിൽ പതറാതെ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പുതിയ നിങ്ങൾ, അത് സാധ്യമാണ്. ഇതൊന്നും കേട്ട് വലിയൊരു കാര്യമല്ല ഇത് എന്നൊന്നും പേടിക്കണ്ട. വളരെ ലളിതമായി തുടങ്ങാം നമുക്ക്. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ആ വാക്കുകളുടെ അർത്ഥം അറിയാൻ ശ്രമിക്കണ്ട. ആ ശബ്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മാറ്റം നിങ്ങൾ തന്നെ തിരിച്ചറിയും. നിങ്ങളുടെ വാക്കുകളിൽ മാധുര്യവും വരും, ദേഷ്യം കുറയും, നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സമാധാനം നൽകും. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്: ലളിതാ സഹസ്രനാമം കേവലം ഒരു സ്തോത്രമല്ല,
അത് ഓരോ സ്ത്രീക്കും വേണ്ടിയിട്ടുള്ള ഒരു കവചമാണ്. അത് നിങ്ങളെ ശക്തിയുള്ളവളും സുന്ദരിയും ജ്ഞാനിയുമാക്കും. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ. അതിനായി ഈ സ്തോത്രം നിങ്ങളെ സഹായിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലെ പ്രകാശമാണ് ഈ ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടത്. അതൊരിക്കലും അണഞ്ഞു പോകാതെ നോക്കുക. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.